എന്താ മഴ! മഴയോട് മഴയാണ്. മഴയൊക്കെ തോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പറമ്പിലേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് പറമ്പൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് കണ്ടത്. അടുത്തുള്ള ഒരു വീടുണ്ട് പറമ്പിൻ്റെ അടുത്തായിട്ട്. ഇത് കുറച്ച് വിട്ടിട്ടുള്ള പറമ്പാണ് ഞങ്ങളത്. അവിടേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോഴാണ് ആ വീട് ഒരു തോടുണ്ട്. ആ തോട് കവിഞ്ഞൊഴുകുകയാണ്. ഒഴുകി ആ വീടിൻ്റെ മുറ്റത്തേക്കാണ് ഈ വെള്ളം മുഴുവനും പോകുന്നത്. ആ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് പോയി എന്നാണ് അറിഞ്ഞത്. ഏതായാലും കഷ്ടം തന്നെ. അപ്പുറത്തുനിന്ന് വേറെ വീട് അതിന് തൊട്ട് തന്നെ ഉണ്ട്. ആ വീട്ടുകാരും പോയി വീടൊഴിഞ്ഞ് പോയിട്ടുണ്ട്. ഏതായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഞങ്ങൾ സ്ഥലം അത്ര തന്നെ വെള്ളമില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ വിട്ട മണ്ണും എല്ലാം പോയിട്ടുണ്ട്. വളമൊക്കെ ഒരുപാട് ഇട്ടിരുന്നു, അതൊക്കെ വെള്ളത്തിലായി. ഒരുപാട് പൈസ വെള്ളത്തിലായി എന്ന് പറയാം. എത്രയാ വെള്ളം! പറമ്പിലൊക്കെ തൈയിൻ്റെ ചുറ്റിട്ട വളമൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി. ഒക്കെ കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. ഇതാണ് പറമ്പിൻ്റെ അവസ്ഥ. പറമ്പിൽ മുഴുവൻ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വാഴകളൊക്കെ അങ്ങ് എന്തോ കോലത്തിലായി കിടക്കുന്നുണ്ട്. ഒക്കെ പോയ സ്ഥിതിയാണ്. ഏതായാലും ഒരു പടി സംഖ്യ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പുറത്ത് റോഡാണ്. റോഡിൽ കൂടെ വെള്ളം അങ്ങനെ കാണുന്നില്ല, കുറച്ചൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷേ റോഡ് കുറച്ച് ഉയർന്നതായതുകൊണ്ട് റോഡിലൂടെ വെള്ളമൊന്നും പോകുന്നത് കാണുന്നില്ല. ഇത് പറമ്പിലൊക്കെ നല്ല വെള്ളമാണ്. പറമ്പിൻ്റെ ഭാഗത്ത് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ട്, മറ്റേതൊക്കെ നല്ല കലങ്ങിയ വെള്ളമാണ്. ഇവിടെ വാഴ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പണിക്കാരൻ വന്നിരുന്നു. അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ആകെ വിഷമം തോന്നി. എത്രയോ വളമിട്ട സ്ഥലമായിരുന്നു, ഒന്നും ഇപ്പോൾ ബാക്കിയില്ല എന്നാണ് തോന്നുന്നത്. പണിക്കാരൻ പറഞ്ഞു വളമൊക്കെ ഒലിച്ചു പോയി. എന്താ ചെയ്യുക? ഇനി ഇതുപോലുള്ള പല നാശങ്ങളും നമുക്ക് വരും. ഏതായാലും മരങ്ങളൊന്നും ഭാഗ്യത്തിന് വീണ് പോയിട്ടില്ല. വാഴകളൊക്കെ അവിടെ തന്നെ യഥാസ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യം. ഏതായാലും അതൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ മെല്ലെ തിരിച്ചു പോകാൻ നോക്കുകയാണ്. വെള്ളത്തിൽ വീഴാതെ നോക്കണം കരുതിയാണ് പോകുന്നത്. മെല്ലെ മെല്ലെ പോകാൻ പറ്റുന്നുള്ളൂ. നല്ല വഴുക്കുള്ള സ്ഥലമാണ്. അങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ്. രണ്ടും കൂടെ നടക്കൽ ശ്രദ്ധിച്ച് പോകണം. അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ നടന്നു പോകണത്. വഴിക്കുക വെള്ളത്തിൽ ചാടും. വെള്ളത്തിലാണെങ്കിൽ ചിലത്തെ സ്ഥലത്തൊക്കെ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ പോകണം. നല്ല ആഴമുള്ള സ്ഥലങ്ങളും കൂടിയാണ് ഇതൊക്കെ. JCB വന്ന് മാന്തി പൊന്തിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ആഴമുണ്ട്. അങ്ങനെ ഏതായാലും ചെറിയ ചെറിയ കഴുങ്ങുകളൊക്കെയാണ്. ആ കഴുങ്ങുകളൊക്കെ കായ ഉണ്ടാവാൻ തുടങ്ങിയ കഴുങ്ങുകളാണ്. അതൊന്നും വെള്ളത്തിലേക്ക് പോവാതിരുന്നാൽ ഭാഗ്യമായി. എല്ലാം കുലച്ചിട്ടുണ്ട്. നല്ല 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 ചെറിയ ചെറിയ കഴുങ്ങുകളാണ്. ഏതായാലും കുറേ കൂടി ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോൾ പണിക്കാരനെയും കൂട്ടി പോവുകയാണ്. പണിക്കാരന് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കൊടുക്കണം. അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് അവൻ്റെ അടുത്തെത്താറായി. കുറച്ചും കൂടെ അങ്ങനെ നടന്ന് പോകുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. അതുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇപ്പം എനിക്ക് കുറച്ച് വെള്ളക്കുറവുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. റോഡിലൂടെയൊക്കെ ആണെങ്കിൽ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് എത്രയോ കുറേ ദൂരം നടന്നിട്ട് വേണം ഈ പറമ്പിലേക്ക് എത്താൻ. അതാണ് വലിയൊരു വിഷമം. ഏതായാലും അങ്ങനെ നടക്കുകയാണ്.
നല്ല നല്ല തെങ്ങൻ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും വെള്ളത്തിൽ പോവാതിരുന്നാൽ ഭാഗ്യമായി. ഇപ്പം കണ്ടുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. ഏതായാലും ഞാൻ തിരിച്ചു പോവാണ്. താങ്ക് യു.